നമ്മുടെ ഈ പ്രയാസങ്ങൾ പരിഹരിക്കാൻ റമദാനിന് ശേഷമോ നമ്മൾ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങളെ കൂടി വിളിപ്പിച്ച് ഇതൊക്കെ പരിഹരിച്ച് നമുക്ക് നന്നായിട്ട് പോകണം. സമസ്തയുടെ 100-ാം വാർഷികം വരികയാണ്. ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവരുത്. വെറുതെ തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായ കാര്യങ്ങളാണ്. അങ്ങനെയാണ്. അതുകൊണ്ട് ആരും ഒന്നും പാടില്ല. ഒരു കാര്യവും ക്ലാരിറ്റിക്ക് വേണ്ടി 1-2 കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു. അതും ഒന്നും വേണ്ട, ആരും ഒന്നും വേണ്ട. അങ്ങനെ വല്ല പ്രയാസം ഉണ്ടാക്കിയ നടപടി വരെ എടുക്കും എന്നുള്ള ഒരു സൂചനയും പറഞ്ഞു. അങ്ങനെ പിരിഞ്ഞുപോയി. മാർച്ച് 1-ാം തീയതി ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരെയും വിളിച്ച് പറഞ്ഞ ആളുകൾ, ഞാൻ പറയാ ആ മധ്യസ്ഥ വേദിയിലുള്ള ആളുകൾ തന്നെ അവര് കാര്യങ്ങൾ പൊട്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക്, ഈ മസ്ലഹത്ത് 2 കക്ഷികൾ എന്ന് പറഞ്ഞ് ഇരുത്തിയ ആളുകളല്ല, മധ്യസ്ഥ വേദിയിലുള്ള ആളുകൾ തന്നെ ഈ കാര്യങ്ങൾ പൊട്ടിക്കുന്ന ഒരവസ്ഥയാണ് റമദാൻ 26-ാം തീയതി പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ ഉണ്ടാക്കിയത്. എന്ന് പറഞ്ഞാൽ ഒരേ സമയം ന്യായാധിപനും ഒരേ സമയം വേട്ടക്കാരനുമാകുന്ന സമീപനം കേരളക്കരയിൽ നിന്ന് മാറിയിട്ടില്ലെങ്കിൽ ഈ അവസ്ഥ മുസ്ലിം ഉമ്മത്ത് അടിച്ചു പിരിയേണ്ട ഒരവസ്ഥയിലേക്ക്, ഫിർക്കത്തിലേക്ക് പോകും. ഉറപ്പായിട്ടും പോകും. ഇന്ത്യയിൽ ഫാസിസം അതിവേഗം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലോ ഈ ഫാസിസത്തിനെതിരായിട്ട് മതേതര കൂട്ടായ്മ ഒരു ഭാഗത്ത് രൂപപ്പെടുത്തുന്നു, ഒരു ഭാഗത്ത് ക്രിസ്ത്യൻ സഹോദരന്മാരെ ചേർത്ത് പിടിക്കുന്നു, ഒരു ഭാഗത്ത് അമുസ്ലിം സഹോദരന്മാരെ ചേർത്ത് പിടിക്കുന്നു, ഒരു ഭാഗത്ത് തബ്ലീഗ് ജമാഅത്തിനെ ചേർത്ത് പിടിക്കുന്നു, ഒരു ഭാഗത്ത് മൗദൂദികളെ ചേർത്ത് പിടിക്കുന്നു, ഒരു ഭാഗത്ത് വഹാബികളെ ചേർത്ത് പിടിക്കുന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഖാദിമീങ്ങളെ മാത്രം ചേർത്ത് പിടിക്കാൻ ഇവിടെ ആർക്കും താല്പര്യമില്ലാത്ത ഒരവസ്ഥയാണുള്ളത്. ജനാധിപത്യ മതേതര ചേരിയെ ഒന്നിപ്പിക്കണമെങ്കിൽ ആദ്യം സ്വന്തം കുടുംബത്തിലുള്ള ഈ സമസ്തയുടെ പ്രവർത്തകരെ ഒന്നിപ്പിക്കാൻ ശേഷി വേണ്ടേ? ആർക്കും കഴിയാത്തത് കൊണ്ടല്ല. എല്ലാ വിഷയങ്ങളും തീർക്കാൻ ഒരു അരമണിക്കൂർ, ഒരു 30 മിനിറ്റ് കൊണ്ട് തീർക്കാൻ കഴിയുന്ന ആളുകളാണ് കേരളക്കരയിലെ നമ്മുടെ നേതാക്കൾ. പക്ഷെ വേണ്ടെന്ന് വെക്കുന്നു പ്രതികാര നടപടികൾ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഹാമാനും നമ്രൂദും ഫിർഔനൊക്കെ ഇവിടെ നിന്ന് കളിച്ചിട്ട് ഈ ധിക്കാരം, പടച്ച തമ്പുരാനെ തീരെ ഇഷ്ടമില്ലാത്ത ധിക്കാരം, അത് നമ്മുടെ ആളുകൾ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ തീർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഭൂമുഖത്ത് നിഷ്കാസനം ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രവർത്തനത്തിനും, അസ്ഹർ അലി ഫൈസിയെ പുറത്താക്കുന്നത് മാത്രമല്ല, മറ്റു ഒരു കാര്യത്തിനും തുടർച്ചയായിട്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം അതേത് ഭാഗത്ത് നിന്ന് വന്നാലും ബഹുമാനപ്പെട്ട സമസ്തയുടെ ഖാദിമീങ്ങൾ അത് ചെറുക്കുക തന്നെ ചെയ്യും, പോരാട്ടം നടത്തി തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട്